നീറ്റിൽ പുതിയ മാർക്കുകൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പറിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ദില്ലി IIT ഡയറക്ടറോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. ആ പരീക്ഷയിൽ 19ാമത്തെ ചോദ്യത്തിൽ 2 ഓപ്ഷനുകൾ ശരിയുത്തരമാണ് എന്നാണ് NTA വാദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ദില്ലി IIT ഡയറക്ടർ യഥാർത്ഥ ഉത്തരം നിർദ്ദേശിച്ചതോടെ മാർക്കുകളിൽ മാറ്റം വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിബി, എന്താണിത്? കാരണം രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേട് ഇപ്പോഴിതാ മാർക്ക് ഒരു വട്ടം പ്രസിദ്ധീകരിച്ചതാണ്, ഇപ്പോഴത് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ എത്ര വട്ടം ഇവർ പ്രസിദ്ധീകരിക്കും? ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? നമുക്ക് രാജ്യത്തെ ഈ പരീക്ഷാ സമ്പ്രദായങ്ങളിൽ, സംവിധാനങ്ങളിലൊക്കെയുള്ള വിശ്വാസം ഇതൊക്കെ പോവുകയാണ്. അഞ്ജന, തീർച്ചയായും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വീണ്ടും ഒരു പുനഃപരീക്ഷ വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്നലെ സുപ്രീം കോടതി തീരുമാനമെടുത്തിരുന്നു. എങ്കിൽ പോലും അത് സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വീണ്ടും പരീക്ഷ നടത്തി കഴിഞ്ഞാൽ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കും എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ നീറ്റ് പരീക്ഷയിൽ വീണ്ടും പരീക്ഷ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. പക്ഷേ നീറ്റ് ചോദ്യപേപ്പറിൽ വ്യാപകമായ അല്ലെങ്കിൽ നീറ്റ് ചോദ്യപേപ്പറിൽ പരീക്ഷാ നടത്തിപ്പിൽ വ്യാപകമായ ഒരു പിഴവുണ്ടായെന്നും നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്നല്ല തന്നെയും കൃത്യമായി സുപ്രീം കോടതി വിലയിരുത്തുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജിക്കാർ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു വിദ്യാർത്ഥി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ നീറ്റ് പരീക്ഷയുടെ 19ാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷനിൽ 2 ഓപ്ഷനുകൾ എഴുതിയാൽ ശരി ഉത്തരമാണെന്ന രീതിയിലായിരുന്നു NTA തീരുമാനമെടുത്തത്. അതായത് ഒരു ചോദ്യത്തിന് 2 ഉത്തരം, അത് പഴയ സിലബസും പുതിയ സിലബസും തമ്മിൽ നോക്കുമ്പോൾ രണ്ടും ശരിയായ ഉത്തരമാണ് എന്നുള്ളൊരു നിലപാടാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചത്. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. മറിച്ച് ഏതാണ് കൃത്യമായ ഉത്തരം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന നടത്താൻ വേണ്ടി ദില്ലി IIT ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും പിന്നീട് ദില്ലി IIT ഡയറക്ടർ ഇന്നലെ ഉച്ചയോടെ ശരിയായ ഉത്തരം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ആ ശരിയായ ഉത്തരം വെച്ചുകൊണ്ട് വീണ്ടും ഈ NTA മാർക്കുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടി വരും. അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പരീക്ഷ റദ്ദാക്കണോ എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. അതിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഈ മാർക്കുകളുടെ കാര്യത്തിൽ വലിയ ക്രമക്കേടൊക്കെ ഉണ്ടാവുകയാണ്. ഉത്തരത്തിന്റെ കാര്യത്തിൽ പോലും NTAക്ക് ഒരു തീർച്ചയും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായങ്ങൾ അതൊക്കെ വളരെയധികം അവതാളത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്.